Hello students, welcome to the 10th class of PYQ series in English Comprehension aiming at SSC CGL Tier 1 2025. നമ്മുടെ 10th ക്ലാസ്സിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഇന്നത്തെ സെഷനിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻ ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏത് ഷിഫ്റ്റിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുള്ളത് നോക്കാം. 12 സെപ്റ്റംബർ 2024 ഷിഫ്റ്റ് 1-ലെ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇവിടെ ഐഡൻറ്റിറ്റി എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ. ഐഡൻറ്റിഫൈ എന്ന് വേണം വായിക്കാൻ. ഐഡൻറ്റിഫൈ എന്ന് വായിക്കുക ക്വസ്റ്റ്യൻ. Identify the most appropriate antonym of the given word. Secure. Secure എന്നുള്ളതിൻ്റെ ആന്റോണിം തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്യണം. ഫസ്റ്റ് ഓപ്ഷൻ trundle, which means to move slowly on wheels. ഈ വീൽസ് മൂവ് ചെയ്യുന്നത് വളരെ സ്ലോ ആയിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ that is trundle. Second, save. Third, succeed. Fourth, attack. ഇങ്ങനെയാണ് ഓപ്ഷൻസ്. അപ്പോൾ ഇതിലെ ഓപ്ഷൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സെക്യൂർ ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് കറക്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കുന്ന വേർഡ് ഇതിലേതാണ്? അറ്റാക്ക് എന്നുള്ളതാണ്. അറ്റാക്ഡ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തല്ല, സെക്യൂർ അല്ല. ക്ലിയർ? അപ്പോൾ കറക്റ്റ് ആന്റോണിം ഏതാണ്? അറ്റാക്ക് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ കാണാം. Select the most appropriate synonym of the given word. Acquiesce means agree, consent. അപ്പം നിങ്ങൾക്ക് വേണ്ടി മീനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓരോ ഓപ്ഷൻസിൻ്റെയും. ഫസ്റ്റ് ഓപ്ഷൻ thwart, സെക്കൻഡ് cease, തേർഡ് desist, ഫോർത്ത് concur. ഇതിലെ ആദ്യത്തെ ഓപ്ഷൻ thwart എന്നുള്ളതിൻ്റെ മീനിങ് to oppose successfully. സക്സസ്ഫുൾ ആയിട്ട് ഒപ്പോസ് ചെയ്യുക ആരെയെങ്കിലും എന്തിനെയെങ്കിലും. സീസ് എന്ന് വെച്ചാൽ അവസാനിക്കുക, അതായത് പതുക്കെ പതുക്കെ ഒരു കാര്യം സംഭവിച്ച് അത് അവസാനത്തിലെത്തുക, അതാണ് സീസ്. ഡെസിസ്റ്റ്, സ്റ്റോപ്പ് ഡൂയിങ് സംതിങ്, ഒരു കാര്യം ചെയ്യുന്നത് നിർത്തുക. കൺകർ, ടു എക്സ്പ്രസ് എഗ്രിമെന്റ്, അപ്രൂവൽ, അപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എക്വീസ് എന്നുള്ളതിൻ്റെ സിനോണിം ആണ്. ഇപ്പം നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടാവും. ഏതാണ് നിങ്ങൾ ഇതിൽ ഓപ്ഷനായി ചൂസ് ചെയ്തത്? ഡെഫിനറ്റ്ലി ഏതായിരിക്കും? കോൺകർ എന്നുള്ള ഫോർത്ത് ഓപ്ഷൻ ആയിരിക്കും. അതായത് എഗ്രിമെൻ്റ് എക്സ്പ്രസ് ചെയ്യുക, സമ്മതം കൊടുക്കുക, അതാണ്. ഇപ്പം എങ്ങനെയാണ് ഓപ്ഷനിലേക്ക് എത്തിയതെന്ന് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ കാണാം. Select the option that can be used as a one-word substitute for the underlined group of words. In Indian mythology, most of the asuras wish to be never able to die. ഇതിൽ never able to die എന്ന പാർട്ട് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് വൺ വേർഡ് വെച്ചിട്ട്. ഫസ്റ്റ് ഓപ്ഷൻ ഇമ്മോർട്ടൽ. അതറിയാമല്ലോ, മരണമില്ലാതിരിക്കുന്ന അവസ്ഥയാണ് ഇമ്മോർട്ടൽ എന്ന് പറയുന്നത്. ഇൻവിസിബിൾ മീനിങ് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഇംപെർവിയസ്, നോട്ട് കേപ്പബിൾ ഓഫ് ബീയിങ് എഫക്റ്റഡ് ഓർ ഡിസ്റ്റർബ്ഡ്, അതായത് ഒന്നും ബാധിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ ഒന്നുകൊണ്ടും ഡിസ്റ്റർബ്ഡ് ആവാതിരിക്കുന്ന അവസ്ഥ, അതാണ് ഇംപെർവിയസ്. 4, ഇൻവിൻസിബിൾ. ഇൻവിൻസിബിൾ, അൺകോൺകറബിൾ, അതാണ് മീനിങ്. ഇപ്പോൾ ഇതിലെ ഓപ്ഷൻ ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണും. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഈ പാർട്ടാണ്. നെവർ ഏബിൾ ടു ഡൈ, മരണമില്ലാതിരിക്കുന്ന അവസ്ഥ. ദാറ്റ് ഈസ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഈസ് ഡെഫിനറ്റ്ലി ഇമ്മോർട്ടൽ. ഈ ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാവുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും ഇതെന്തുകൊണ്ട് വന്നു എന്നുള്ളതിൽ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ. Fourth question. Sentences of a paragraph are given below in jumbled order. Arrange the sentences in the correct order to form a meaningful and coherent paragraph.
ഇത് ഒരു പാസേജിന്റെ ഭാഗമായ സെന്റൻസസ് ആയതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് ഓരോ സെന്റൻസിലൂടെയും കടന്നു പോകണം. എന്നിട്ട് വേണം കറക്റ്റ് അറേഞ്ച്മെന്റിലേക്ക് എത്താൻ. അപ്പോൾ എന്തിനാണ് ഫോക്കസ് വരുന്നത് എന്നുള്ളിടത്ത് വേണം നമ്മൾ അതിനെ ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പം നോക്കിക്കോളൂ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ദ ജെനുവിൻ ബിലീവ്സ് thou not unconsciously acquired by most children and even if they depart from these beliefs in later life. അവിടെ നിർത്തിയിരിക്കുകയാണ്. അതായത് കുട്ടികൾക്ക് അവർ അക്വയർ ചെയ്യുന്ന ബിലീവ്സ് അത് കുറച്ച് കാലം കഴിയുമ്പോൾ അവരുടെ ലേറ്റർ സ്റ്റേജ് ഓഫ് ലൈഫിൽ ചിലപ്പോൾ അവർ അതിൽ നിന്ന് മാറും. പല വിശ്വാസങ്ങളും മാറിപ്പോവും, പല വിശ്വാസങ്ങളും പുതുതായി വരും. അപ്പൊ അതാണ് എയിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന ഐഡിയ അല്ലെ. അപ്പൊ അത് എന്തിൻ്റെയോ കണ്ടിന്യൂവേഷൻ ആണ്. ദാറ്റ് മീൻസ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി പ്രിസീഡഡ് ബൈ സം അതർ സ്റ്റേറ്റ്മെന്റ്. അതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് കാണുക. സംതിങ് ഓഫ് ദം റിമെയിൻസ് ഡീപ്ലി ഇംപ്ലാന്റഡ്, റെഡി ടു എമർജ് ഇൻ എ ടൈം ഓഫ് സ്ട്രെസ് ഓഫ് ക്രൈസിസ്. ഈ സംതിങ് ഓഫ് ദം എന്ന് പറയുന്നതും ഇതിനു മുൻപ് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്നുള്ള ഇൻഡിക്കേഷൻ ആണ് തരുന്നത് അല്ലെ. അതേത് സ്റ്റേറ്റ്മെന്റ് ആണ്? ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെയാണോ എന്നൊന്ന് നോട്ട് ചെയ്യണം. ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് കൂടി കടന്നു പോയാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ചില വിശ്വാസങ്ങളെ കണക്ട് ചെയ്തിട്ടാണ് ഇത് പറയുന്നത് എന്നുണ്ടെങ്കിൽ ആ വിശ്വാസങ്ങൾ ഡീപ്ലി ഇംപ്ലാന്റഡ് ആയിരിക്കും. അതായത് കുട്ടികൾ അക്വയർ ചെയ്യുന്ന വിശ്വാസങ്ങൾ ചിലപ്പോൾ അവരുടെ മനസ്സിൽ ഡീപ്പായി അങ്ങനെ കിടക്കും. ചില സമയങ്ങളിൽ പെർട്ടിക്കുലർലി അറ്റ് ദ ടൈംസ് ഓഫ് സ്ട്രെസ്, അതായത് സ്ട്രെസ് വരുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ പെർട്ടിക്കുലർ സിറ്റുവേഷൻസ് വരുമ്പോഴായിരിക്കും ചില വിശ്വാസങ്ങൾ അവരുടെ മനസ്സിലേക്ക് വീണ്ടും കയറി വരുന്നത്. അതാണ് ബി കൺവേ ചെയ്യുന്ന ഒരു ഐഡിയ. ഞാനതൊന്ന് ലാബറേറ്റ് ആയി പറഞ്ഞതേ ഉള്ളൂ. ഇനി സി, ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഫോമിംഗ് ക്യാരക്ടർ ആൻഡ് ഒപ്പീനിയൻ ഈസ് വെരി ഗ്രേറ്റ് ആൻഡ് വെൽ റിക്കഗ്നൈസ്ഡ് ബൈ ആൾ. ഈ സി നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. ഇത് ഫസ്റ്റ് സെന്റൻസ് ആകാൻ പോസിബിലിറ്റി ഉള്ളതാണോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം. ഇനി ഡി, എഡ്യൂക്കേഷൻ ഈസ് ആസ് എ റൂൾ the strongest force on the side of what exists and again fundamental change. അത് എഡ്യൂക്കേഷനെയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ആദ്യത്തെയും, അതായത് സി എന്നുള്ള സെന്റൻസും ഡി എന്നുള്ള സെന്റൻസും നമ്മളൊന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഒരുമിച്ച് വെക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ സിയെ ആദ്യം വെച്ച് മറ്റേതെങ്കിലും ഒരു സെന്റൻസിനെ രണ്ടാമതായി പ്ലേസ് ചെയ്യണോ എന്നുള്ളതിലേക്കാണ് ഇനി നമ്മുടെ ഫോക്കസ്. ഇപ്പൊ ഇവിടെ ഇത്രയും വായിച്ചതിൽ നിന്ന് കുട്ടികൾ അക്വയർ ചെയ്യുന്ന വിശ്വാസങ്ങളെ പറ്റി പറയുന്നുണ്ട്, പിന്നെ എഡ്യൂക്കേഷനെ സംബന്ധിച്ചും പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് കുട്ടികൾ അക്വയർ ചെയ്യുന്ന ബിലീഫ്സും എഡ്യൂക്കേഷനും ആണ്. ഈ രണ്ടിനെയുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൊഹിറന്റ് ആയും മീനിങ് ഫുൾ ആയും കണക്ട് ചെയ്യേണ്ടത്. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഞാൻ സി എന്നുള്ള സ്റ്റേറ്റ്മെന്റിനെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ the importance of education in forming character and opinion is very great and well recognized by all. ആ സെന്റൻസ് ഒരു ഇൻട്രോഡക്ടറി സെന്റൻസ് ആവാൻ ഈ പാസേജിനെ സംബന്ധിച്ച് കേപ്പബിൾ ആണെന്ന് മനസ്സിലാവും. അതായത് എഡ്യൂക്കേഷനെ കൺസേൺഡ് ആയിട്ട് പറയുകയാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കുട്ടികളുടെ ക്യാരക്ടറും അതുപോലെ തന്നെ അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ ഫോം ചെയ്യുന്നതിൽ വളരെ വലിയ പങ്കുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇനി ഇതുമായി കണക്ട് ചെയ്ത് ഞാൻ അടുത്ത സെന്റൻസ് ആയി കണക്ട് ചെയ്യുന്നത് ഏതിനെയാണ്? എയിൽ വരുന്ന സെന്റൻസിനെ ആണെങ്കിൽ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. ദ ജെനുവിൻ ബിലീവ്സ് thou not unconsciously acquired by most children and even if they depart from these beliefs in later life. അവിടെ വരെ അതാണല്ലോ വരുന്നത്. അപ്പം എയിൽ പറയുന്ന സെന്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ എഡ്യൂക്കേഷനുമായി കണക്ട് ചെയ്ത് പറയുന്നതാണ് അല്ലെ. അതായത് കുട്ടികളുടെ ക്യാരക്ടറും ഒപ്പീനിയനും ഫോം ചെയ്യുന്നതിൽ എഡ്യൂക്കേഷന് പങ്കുണ്ടെന്ന് പറഞ്ഞു.
രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ പറയുന്നു കുട്ടികൾ അക്വയർ ചെയ്യുന്ന ജെനുവിൻ ബിലീഫ്സ്, ഓക്കെ, അത് അൺകോൺഷ്യസ് ആയിട്ട് അക്വയർ ചെയ്യണത് ആവണമെന്നില്ല. പല വിശ്വാസങ്ങളും നമ്മൾ കടന്നു പോകുന്ന സോഷ്യൽ സർക്കംസ്റ്റാൻസിലൂടെയും അതുപോലെ തന്നെ ഫാമിലിയിലൂടെയും എഡ്യൂക്കേഷനിലൂടെയും ഒക്കെ വന്നു ചേരുന്ന വിശ്വാസങ്ങളായിരിക്കും. ആ വിശ്വാസങ്ങളെയാണ് രണ്ടാമതായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അത്തരം വിശ്വാസങ്ങളിൽ നിന്ന് ചിലപ്പോൾ അവരെന്ത് ചെയ്യും, ലേറ്റർ സ്റ്റേജ് ഓഫ് ലൈഫിൽ ഡിപ്പാർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് അതിനൊരു കണ്ടിന്യൂവേഷൻ ആണ് ഈ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തേതായിട്ട് എടുക്കുകയാണെങ്കിൽ നോക്കൂ, സംതിങ് ഓഫ് ദം റിമെയിൻസ് ഡീപ്ലി ഇംപ്ലാന്റഡ്. അതായത് വിശ്വാസങ്ങൾ കുട്ടികൾ അക്വയർ ചെയ്യും ത്രൂ മെനി വേസ്. ആ വിശ്വാസങ്ങളിൽ ചിലത് അവർ വിട്ടുപോകും, ചിലത് അവരുടെ മനസ്സിൽ റിമെയിൻ ചെയ്യും ഡീപ്ലി ഇംപ്ലാന്റഡ് ആയിട്ട്. അതെങ്ങനെയാണ് പിന്നെ വരിക? റെഡി ടു എമർജ് ഇൻ എ ടൈം ഓഫ് സ്ട്രെസ് ഓഫ് ക്രൈസിസ്. ചില ക്രൂഷ്യൽ സിറ്റുവേഷൻസിൽ, ക്രൈസിസ് വരുന്ന സിറ്റുവേഷൻസിൽ അത്തരം വിശ്വാസങ്ങൾ വീണ്ടും അവർക്ക് എമർജ് ചെയ്ത് മനസ്സിലേക്ക് വരും. എന്ന് വെച്ചാൽ മനസ്സിലത് കിടപ്പുണ്ടാവും, അതിനെക്കുറിച്ച് അവർ അവെയർ ആവില്ല. അത് ചില സമയങ്ങളിൽ പെർട്ടിക്കുലർ ക്രൂഷ്യൽ ക്രൈസിസ് ഒക്കെയുള്ള ഒക്കേഷൻസിൽ അത് തിരിച്ചു കയറി അവരുടെ മനസ്സിലോട്ട് വരും. ഇനി നാലാമതായിട്ട് ഇതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ ഡിയെ കണക്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? എഡ്യൂക്കേഷൻ ഈസ് ആസ് എ റൂൾ ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഓൺ ദ സൈഡ് ഓഫ് വാട്ട് എക്സിസ്റ്റ് ആൻഡ് അഗെയിൻ എ ഫണ്ടമെന്റൽ ചേഞ്ച്. അതായത് വീണ്ടും ഞാൻ ഈ മൂന്നുമായി ബന്ധപ്പെടുത്തി നാലിനെ പറയുകയാണെങ്കിൽ എങ്ങനെ വരും? ഈ കുട്ടികളുടെ മനസ്സിലെ വിശ്വാസങ്ങൾ ചിലത് അടിയുറച്ച് കിടക്കും. അത്തരം അടിയുറച്ച് കിടക്കുന്ന വിശ്വാസങ്ങളിൽ എന്തിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും? എഡ്യൂക്കേഷൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും. ആ ഇമ്പാക്റ്റിനെ കണക്ട് ചെയ്തിട്ടാണ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ആണ് ഓൺ ദ സൈഡ് ഓഫ് വാട്ട് എക്സിസ്റ്റ്. അതായത് കുട്ടികളിൽ എന്ത് അവരുടെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യുന്നു, എന്ത് അവർ മറക്കാതിരിക്കുന്നു, എന്ത് അവരുടെ മനസ്സിൽ ഡീപ്ലി ഇംപ്ലാന്റഡ് ആയി റിമൈൻഡ് ആയിരിക്കുന്നു, അതിന് എഡ്യൂക്കേഷനുമായി ബന്ധമുണ്ട് എന്നാണ് നാലാമത്തെ സെന്റൻസ് പറയുന്ന ഐഡിയ. അത് മാത്രമല്ല ആൻഡ് എഗെയിൻ ഫണ്ടമെന്റൽ ചേഞ്ച് എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് ഓൾറെഡി കുട്ടികളുടെ മനസ്സിൽ ഉള്ളതും അവർ പിന്നീട് മാറി ചിന്തിക്കുന്നതും വേറിട്ട വഴികളിലൂടെ പോകുന്നതും ചേഞ്ചസിലോട്ട് പോകുന്നതും ഒക്കെ എന്തിൻ്റെ കണക്ഷനാണ്? എഡ്യൂക്കേഷൻ്റെ കണക്ഷനാണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ നിന്നാണ് എന്നുള്ളതാണ്. സോ കുട്ടികളുടെ ബിലീഫ്സ്, അതിലുണ്ടാവുന്ന മാറ്റങ്ങൾ, അതിൽ എഡ്യൂക്കേഷൻ്റെ കണക്ഷൻ, അതാണ് ഒരല്പം കോംപ്ലക്സ് ആയിട്ടാണെങ്കിലും ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിലും കൂടി, ഓക്കെ, ഒരു സ്റ്റേറ്റ്മെൻറ്റിലല്ല, എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിലും കൂടി. അതിനെയാണ് നമ്മൾ കറക്റ്റായിട്ട് എങ്ങനെ അറേഞ്ച് ചെയ്തത്? സി എ ബി ഡി, അതായത് ഫോർത്ത് ഓപ്ഷൻ. ഫോർത്ത് ഓപ്ഷൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് ഇതിനെ ലോജിക്കലായിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാണ്. നിങ്ങൾക്ക് ഫോർത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരിക്കും കമൻറ്റ് ശ്രദ്ധിച്ചിട്ട്. Select the most appropriate meaning of the underlined idiom in the following sentence. In my new office, all employees were different, so I felt like a fish out of water. Fish out of water എന്ന് പറയുന്ന idiomatic expression, അതിൻ്റെ മീനിങ് എന്താണ്? എ പേഴ്സൺ ഇൻ എ കംപ്ലീറ്റ്ലി അൺസ്യൂട്ടബിൾ എൻവയോൺമെൻറ്റ് ഓർ സിറ്റുവേഷൻ. നിങ്ങളൊരു അൺസ്യൂട്ടബിൾ എൻവയോൺമെൻറ്റിലാവുമ്പോൾ നാച്ചുറലി യു വിൽ നോട്ട് ബി കംഫർട്ടബിൾ. അപ്പോൾ ഇതിൽ കറക്റ്റ് അണ്ടർലൈൻഡ് വേർഡിൻ്റെ എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്നുള്ളതിൻ്റെ കറക്റ്റ് മീനിങ് എന്താണ്? നിങ്ങൾക്ക് ആ മീനിങ് കിട്ടിയിട്ടുണ്ടാവും, അൺകംഫർട്ടബിൾ എന്നാണ്. ഓക്കെ, ഞാൻ തന്ന മീനിങ് വെച്ച് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുക ഫോർത്ത് ഓപ്ഷൻ തന്നെയായിരിക്കും. ബിക്കോസ് വേറെ ഏത് ഓപ്ഷൻസും ഡിസപ്പോയിൻറ്റഡ്, ഫ്രസ്ട്രേറ്റഡ്, അതൊക്കെ കറക്റ്റ് ആണ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നേക്കാം. പക്ഷേ ഇവിടെ പറയുന്ന കാര്യം എന്താണ്? ഒരാൾ ഒരു
തനിക്ക് അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ പെട്ടുപോകുന്നു. ആ ഒരു ആളെ അല്ലെങ്കിൽ ആ അവസ്ഥയെ ഒക്കെ കണക്ട് ചെയ്താണ് ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, ഫിഷ് വാട്ടറിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്താവും? അത് അൺകംഫർട്ടബിൾ ആവും, അതിന് ശ്വസിക്കാൻ പറ്റില്ല. അതേ അവസ്ഥയാണ് ഇവിടെ കറക്റ്റ് ഓപ്ഷനായി നമ്മൾ ചൂസ് ചെയ്തത്. നെക്സ്റ്റ്, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് വിൽ ഇംപ്രൂവ് ദ അണ്ടർലൈൻഡ് പാർട്ട് ഓഫ് ദ ഗിവൻ സെന്റൻസ്. ഇവിടെ അണ്ടർലൈൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഈ പാർട്ടാണ്. ഇഫ് ഐ വാസ് ദ ക്വീൻ, ഈ പാർട്ടാണ് നിങ്ങൾ അണ്ടർലൈൻഡ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇഫ് ഐ വാസ് ദ ക്വീൻ ഐ വുഡ് ഗിവ് എ ഹാൻസം സം ടുവേർഡ്സ് എഡ്യൂക്കേഷൻ. ഇവിടെയാണ് അണ്ടർലൈൻ. ശ്രദ്ധിക്കുക, ഇത്രയും പാർട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. നോക്കിക്കോളൂ, എന്താണ് ഇതിൽ പറയുന്ന കാര്യം? ഞാൻ ക്വീൻ ആയിരുന്നെങ്കിൽ ഞാൻ എഡ്യൂക്കേഷനിലേക്ക് ഒരു സം എന്ത് ചെയ്തേനെ? കൊടുത്തേനെ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊരു കണ്ടീഷണൽ സെന്റൻസ് ആണ്, അതായത് ഒരു കണ്ടീഷനാണ് പറയുന്നത് അല്ലേ? ഞാൻ ക്വീൻ ആയിരുന്നെങ്കിൽ. എന്ത് കണ്ടീഷനാണ്? ഒരു പോസിബിൾ കണ്ടീഷനാണോ ഓർ അൺറിയൽ കണ്ടീഷനാണോ? അത് നിങ്ങൾ ആലോചിക്കുക. ഒരാൾക്ക് ക്വീൻ ആവാൻ എല്ലാവർക്കും സാധിക്കുവോ? ഇല്ല. അപ്പൊ ഇതൊരു പോസിബിൾ കണ്ടീഷൻ അല്ല, ഒരു അൺറിയൽ കണ്ടീഷനാണ്. അൺറിയലിസ്റ്റിക്, ഹൈപ്പോതെറ്റിക്കൽ എന്ന് പറയാം. എന്താണ് ഹൈപ്പോതെറ്റിക്കൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നടക്കാൻ സാധ്യതയില്ലാത്ത, ജസ്റ്റ് ഒരു ഹൈപ്പോത്തസൈസ് ചെയ്യാൻ പറ്റുന്ന, ഇമാജിനേഷനിൽ മാത്രം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഐ എന്നുള്ളത് സബ്ജക്റ്റ് ആയതുകൊണ്ടും സിംഗുലർ ആയതുകൊണ്ടും ഐ വാസ് എന്ന് യൂസ് ചെയ്യുന്നതിൽ തെറ്റ് പറയാനില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ഇതൊരു അൺറിയലിസ്റ്റിക് കണ്ടീഷനാണ്. ക്വീൻ ആവുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം. അപ്പോ ഇവിടെ ഞാൻ എന്താണ് പറയേണ്ടത്? വിൽ ബി ദ ക്വീൻ എന്ന് പറയണോ, വുഡ് ബി ദ ക്വീൻ എന്ന് പറയണോ, ഹാവ് ബീൻ ദ ക്വീൻ എന്ന് പറയണോ, വേർ ദ ക്വീൻ എന്ന് പറയണോ? അതാണ് എനിക്ക് ഇനി തെരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കണ്ടീഷണൽ സെന്റൻസിന്റെ റൂൾ അനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. അൺറിയലിസ്റ്റിക് കണ്ടീഷൻ ആണ്. ഇതിനെ സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറയും. സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസിന്റെ പ്രത്യേകത, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, അതായത് കണ്ടീഷണൽ സെന്റൻസിന് രണ്ട് പാർട്സ് ഉണ്ട്. ഒരു പാർട്ട് കണ്ടീഷൻ എക്സ്പ്രസ് ചെയ്യുന്ന പാർട്ടായിരിക്കും, മറ്റത് അതിന്റെ റിസൾട്ട് കണക്ട് ചെയ്യുന്ന പാർട്ടായിരിക്കും. അപ്പൊ ഇവിടെ കണ്ടീഷൻ എന്താണ്? ഞാൻ ക്വീൻ ആയിരുന്നെങ്കിൽ. ആ കണ്ടീഷൻ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്? ഈഫ് യൂസ് ചെയ്തിട്ട്, ഈഫ് എന്നുള്ള ഈ വേർഡ് യൂസ് ചെയ്തിട്ടാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പൊ ആ പാർട്ടാണ് കണ്ടീഷണൽ പാർട്ട് എന്ന് പറയുന്നത്. ഇനി ഐ വുഡ് ഗിവ് എ ഹാൻസം സം ടുവേർഡ്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആ കണ്ടീഷൻ അനുസരിച്ച് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യമാണ്. ദാറ്റ് മീൻസ് അതിന്റെ റിസൾട്ട് ആണ് അല്ലെങ്കിൽ ഇഫക്റ്റ് ആണ്, റൈറ്റ്? അപ്പോ ഇത് സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസ് ആണ്. നിങ്ങൾ സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസ്, ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും. സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസസിന്റെ പ്രത്യേകത അത് അൺറിയലിസ്റ്റിക് കണ്ടീഷൻ ആണ്. അതിലെ കണ്ടീഷൻ എക്സ്പ്രസ് ചെയ്യുന്ന പാർട്ടിലെ വെർബ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിലായിരിക്കും. പിന്നെ ഇവിടെ എന്തുകൊണ്ടാണ് എറർ എന്നുള്ളതിലേക്കാണ് ഇനി നമ്മൾ എത്തേണ്ടത്. ഓക്കെ, ഇനി ഈ പാർട്ട് കൂടെ ശ്രദ്ധിക്കുക, അതായത് റിസൾട്ട് എക്സ്പ്രസ് ചെയ്യുന്ന പാർട്ട്. റിസൾട്ട് എക്സ്പ്രസ് ചെയ്യുന്ന പാർട്ടില് ഒരു മോഡൽ ഓക്സിലിയറി വെർബ് ഉണ്ടാവും. ഈ വുഡ് എന്ന് പറയുന്നത് ഒരു മോഡൽ ഓക്സിലിയറി ആണ്. ഇനി ഗീവ് എന്ന് പറയുന്ന മെയിൻ വെർബും ഉണ്ടാവും അതിൻ്റെ V1 ഫോമില്. അതാണ് സെക്കൻഡ് കണ്ടീഷണൽ ഫോമിലെ, സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസിലെ വേർബിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി എന്തുകൊണ്ട് ഇഫ് ഐ വാസ് എന്ന് പറ്റില്ല എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇഫ് ഐ വാസ് എന്ന് യൂസ് ചെയ്യാം, പക്ഷേ ഞാനൊരു ഫാക്ച്വൽ പോസിബിലിറ്റിയെ ആയിരിക്കണം എക്സ്പ്രസ് ചെയ്യേണ്ടത്, അതായത് നടക്കുന്ന കാര്യമായിരിക്കണം. ഇത് ഓൾറെഡി പറഞ്ഞു, സെക്കൻഡ് കണ്ടീഷണൽ ആണ്, നടക്കാത്ത കാര്യമാണ്, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ്. അതിനെ ഞാൻ ഇഫ് ഐ വാസ് എന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പാടില്ല.
use if I were to begin a sentence that expresses a hypothetical or imaginary situation, since it is opposite or contrary to reality. ഈ സെന്റൻസ് അങ്ങനെ ഒരു സെന്റൻസ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇഫ് ഐ വാസ് ദ ക്വീൻ എന്നുള്ളതിനെ ഇഫ് ഐ വേർ ദ ക്വീൻ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചത്. അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കറക്റ്റ് ഓപ്ഷൻ. ക്ലിയർ? ആൻസറിലേക്ക് എത്തിയത് മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ കാണാം. സെലക്ട് ദ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. embarrass, accommodate, exhilarate, occurrence. ഇതിലെ ഓരോ വേർഡിൻ്റെയും സ്പെല്ലിംഗ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇതിലെ ഏത് വേർഡിനാണ് ഇൻകറക്റ്റ് സ്പെല്ലിംഗ് വരുന്നതെന്ന് നിങ്ങൾക്ക് കിട്ടും. ഓരോ വേർഡിൻ്റെയും ഓരോ ലെറ്ററും ഫോക്കസ് ചെയ്ത് പോവുക. കാരണം ഒരു ലെറ്റർ മാറിപ്പോയാൽ, ഒരു ലെറ്റർ ഇല്ലാതെയായാൽ, ഒരു ലെറ്റർ അഡീഷണലായി വന്നാൽ ഒക്കെ അത് മിസ്റ്റേക്കാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഓരോ വേർഡും ചെക്ക് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് ഗൂഗിൾ ഉള്ളത് കൊണ്ട് എളുപ്പത്തിൽ ചെക്ക് ചെയ്യാം. ഇംബാരസ് എന്നുള്ള വേർഡിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റാണ്, EMBARRASS. എക്കോമഡേറ്റിൻ്റെ സ്പെല്ലിങ്ങും കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും. എക്സ്ഹിലറേറ്റ് തെറ്റാണ്. എക്സ്ഹിലറേറ്റിൻ്റെ സ്പെല്ലിംഗ് എങ്ങനെയാണ് വരുന്നത്? EXHILARATE. അതാണ് എക്സ്ഹിലറേറ്റിൻ്റെ കറക്റ്റ് സ്പെല്ലിങ്. ഈ സ്പെല്ലിംഗ് തെറ്റാണ്. ഒക്കറൻസിൻ്റെ സ്പെല്ലിംഗ് നിങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. OCCURRENCE കറക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഏതാണ്? തേർഡ് ഓപ്ഷൻ എക്സ്ഹിലറേറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതും ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ്. നോക്കിക്കോളൂ. സക്സീഡ്, പ്രിസീഡ്, പ്രൊസീഡ്, എക്സീഡ്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അതായത് ഇൻകറക്റ്റ് സ്പെല്ലിംഗ് വരുന്ന ഓപ്ഷൻ ഏതാണ് എന്നുള്ളത്. സക്സീഡ് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. സക്സീഡിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആണെന്ന് മനസ്സിലാവും. പ്രിസീഡ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. പ്രിസീഡ് നമ്മളിത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ PRECEDE ഇങ്ങനെ ഞാൻ എഴുതിയാലും PRECEED എന്നെഴുതിയാലും ഇറ്റ് സൗണ്ട്സ് ദ സെയിം. പ്രൊനൗൺസിയേഷൻ ഒരുപോലെയാണ്, ബട്ട് സ്പെല്ലിംഗ് ഈസ് ഡിഫറെൻറ്റ്. കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ഈ സ്പെല്ലിംഗ് തെറ്റാണ്. പ്രൊസീഡിൻ്റെ സ്പെല്ലിംഗ് ശരിയാണെന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. എക്സീഡിൻ്റെ സ്പെല്ലിങ്ങും ശരിയാണെന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. So, which is the incorrectly spelled word? That is definitely proceed. Proceed ആണ് incorrect spelling വരുന്ന word. അടുത്ത question. Select the option that expresses the following sentence in passive voice. അപ്പോൾ തന്നിരിക്കുന്ന സെന്റൻസ് എന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസിലാണ്. അപ്പോൾ ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് ഏതിൻ്റെ സ്ഥാനത്തേക്ക് പോവും? ഒബ്ജക്റ്റ് ആയി പോവും. അപ്പോൾ സോനം ഒബ്ജക്റ്റ് ആയിട്ടാണ് വരിക. ബനാനാസ് എന്നുള്ള ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റിലായിരിക്കും പാസീവ് വോയിസിലെ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സബ്ജക്റ്റ് ഈ തന്നിരിക്കുന്ന എല്ലാത്തിലും ബനാനാസ് എന്നുള്ളത് തന്നെയാണ്. ഇനി വെർബ് കറക്റ്റായിട്ട് എഗ്രി ചെയ്യുന്നുണ്ടോ, ഒബ്ജക്റ്റ് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, നോക്കിക്കോളൂ. ബനാനാസ് ഹാഡ് നോട്ട് ബീൻ ലൈക്ഡ് ബൈ സോനം എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ. ബാക്കി എല്ലാ ഓപ്ഷൻസിലൂടെയും നിങ്ങൾ കടന്നു പോവുക. ഞാൻ അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവുകയാണ്. ബനാനാസ്, അതിൽ വേണം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങാനായിട്ട്. ഇനി വേർബ് ഇവിടെ നോക്കുമ്പോൾ ഡസ് നോട്ട് ലൈക്ക് എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നോട്ട് അവിടെ നെഗറ്റീവ് മീനിങ് കൊണ്ടുവരാനാണ്, ഇഷ്ടമല്ല എന്ന് പറയാനാണ് നോട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ നോട്ടും ഈ ഭാഗവും, അതായത് ഡസ് നോട്ട് ലൈക്ക് എന്നുള്ള ഭാഗം നമ്മൾ സബ്ജക്റ്റായി കൺസിഡർ ചെയ്യുമ്പോൾ ഇതിനെ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരുന്നു ഇത് ഇവിടെ കൊടുത്തിരുന്നതെങ്കിൽ എങ്ങനെയേ വരൂ? സോനം ലൈക്സ് ബനാനാസ് എന്നേ വരുള്ളൂ. അപ്പൊ ഇവിടെ അവൾക്ക് ബനാനാസ് ഇഷ്ടമല്ല എന്ന് പറയാനാണ് ഡസ് നോട്ട് ലൈക്ക് എന്ന് യൂസ് ചെയ്തത്. ദാറ്റ് മീൻസ് ഇവിടെ
ടെൻസ്, അതായത് ഈ സ്റ്റേറ്റ്മെന്റിന്റെ ടെൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അതായത് ഇതിനകത്ത് കണ്ടിന്യൂസ് ടെൻസിന്റെയോ അല്ലെങ്കിൽ പെർഫെക്റ്റ് ടെൻസിന്റെയോ അല്ലെങ്കിൽ പെർഫെക്റ്റ് പ്രോഗ്രസീവ് ടെൻസിന്റെയോ ഒന്നും ഓക്സിലിയറീസ് ഇല്ല. എന്തിനാണ് ഈ ഡസ് യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ടു ബ്രിങ് ഔട്ട് ദ നെഗറ്റീവ് മീനിങ്. നോട്ട് വെച്ച് നെഗറ്റീവ് മീനിങ് കൊണ്ടുവരാൻ ഈ ഡസ് നമുക്കിവിടെ ആവശ്യമാണ്. ഡസ് ഓൾറെഡി യൂസ് ചെയ്തത് കൊണ്ട് തന്നെ പിന്നെ ലൈക്ക് എന്നുള്ളതിനെ ലൈക്സ് എന്ന് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഓൾറെഡി ഡസ് ലൈക്ക് എന്നുള്ളതാണ് ലൈക്സ് എന്ന്. അപ്പൊ ഡസ് വന്നാൽ പിന്നെ എന്ത് ചെയ്യണ്ട, ലൈക്സ് എന്ന് വീണ്ടും ചേർക്കേണ്ട. അപ്പൊ ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. സോ പാസീവിലേക്ക് പോകുമ്പോഴും ടെൻസ് റിമെയിൻ ദ സെയിം. അപ്പോ എങ്ങനെ വരും? ബനാനാസ് ആർ എന്ന് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും അല്ലെ. അതായത് ബനാനാസ് ഇഷ്ടമല്ല, ഒരു ബനാനയല്ല, ബനാനാസ് എന്നുള്ളതാണ് നമ്മൾ പാസീവില് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ബനാനാസ് ആർ എന്ന് യൂസ് ചെയ്യണം. അതായത് പാസീവില് നമുക്ക് എന്ത് വേണം? ഓക്സിലിയറി സപ്പോർട്ട് വേണം. ഇനി ബനാനാസ് ഇഷ്ടമല്ല എന്നാണല്ലോ പറയുന്നത്, അപ്പോ നോട്ട് നമുക്ക് അവിടെ പ്ലേസ് ചെയ്യണം, ഇഷ്ടമല്ല എന്നുള്ള മീനിങ് കൊണ്ടുവരാൻ. ഇനി ലൈക്ക് എന്നുള്ള ഇവിടെ V1 ഫോമിൽ കിടക്കുന്ന വെർബിന്റെ ഫസ്റ്റ് ഫോമാണ്. പാസീവിലോട്ട് പോകുമ്പോൾ ആ വെർബ് എന്തായി മാറും? ലൈക്ഡ് എന്ന് V3 ഫോമിലേക്ക് മാറും. ബൈ എന്നുള്ള പ്രിപ്പോസിഷൻ കയറി വരും പാസീവ് ആയതുകൊണ്ട്. ഇനി ഇവിടെ പാസീവില് ഒബ്ജക്റ്റ് ആയി വരിക ആരാണ്? സോനം ആണ്. അപ്പോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ബനാനാസ് ആർ നോട്ട് ലൈക്ഡ് ബൈ സോനം. ക്ലിയർ ആയിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ കാണൂ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഫോർ ദ അണ്ടർലൈൻഡ് വേർഡ് ഇൻ ദ ഗിവൻ സെന്റൻസ്. ഹിസ് ആംബിഷൻ ഇൻ ലൈഫ് ഇസ് ടു ബിക്കം എ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് മാൻ. ഇവിടെ ആംബിഷൻ എന്നുള്ള വേർഡ് ആണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ ഈഗർനെസ്, സെക്കൻഡ് അമെൻഡ്. അമെൻഡ് മീൻസ് ചേഞ്ച്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെയൊക്കെ കണക്ട് ചെയ്ത് പറയുന്ന ഒരു വേർഡാണ് അമെൻമെന്റ്. എന്താണ് അമെൻഡ് ചെയ്യാന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക, മാറ്റങ്ങൾ കൊണ്ടുവരിക. ഓക്കെ. സാറ്റിസ്ഫാക്ഷൻ നമുക്കറിയാവുന്ന വേർഡാണ്. എയ്പതി ഇസ് എ കണ്ടീഷൻ ഓഫ് ലാക്ക് ഓഫ് ഫീലിങ്സ്. ഇൻഡിഫറൻസ്, നമുക്ക് ഫീലിങ്സ് ഇല്ല, ഒന്നിനോടും ഒരു തരത്തിലുള്ള ഫീലിങ്സും ഇല്ല, ഇൻഡിഫറൻറ്റ് ആറ്റിറ്റ്യൂഡ്, അതാണ് എയ്പതി. ഇപ്പോ നിങ്ങൾ ഇതിന്റെ കറക്റ്റ് ഓപ്ഷനിലേക്ക് എത്തിയിട്ടുണ്ടാവും. അംബിഷൻ ആണ് പറയുന്ന വേർഡ്. അപ്പോ അംബിഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എന്തിലേക്കെങ്കിലുമുള്ള ആഗ്രഹമാണ്. അതേ മീനിങ് വരുന്ന സിനോണിം ഇതിൽ ഏതാണ്? ഈഗർനെസ് എന്നുള്ളതാണ് അല്ലേ. നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്ത് ആലോചിക്കുക. ഈഗർ ഫോർ സംതിങ് എന്ന് പറഞ്ഞാൽ എന്തിനോടെങ്കിലുമുള്ള തീരാത്ത അല്ലെങ്കിൽ അടങ്ങാത്ത ഒരു ആഗ്രഹം, അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഈഗർനെസ്. അത് അംബിഷനുമായി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനോണിം ആണ്. ഓക്കെ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ. നെക്സ്റ്റ്, the following sentence has been divided into 4 segments. Identify the segment that contains an error. Mrs. Sri Lakshmi's musical intelligence is superior than Mrs. Suma's. ഇപ്പം ഇവിടെ രണ്ട് പേരുടെ മ്യൂസിക്കൽ ഇന്റലിജൻസിനെയാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ട് മിസ്സിസ് ശ്രീലക്ഷ്മീസ്, അതായത് ശ്രീലക്ഷ്മിയുടെ പൊസസീവ് കേസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ശ്രീലക്ഷ്മിയുടെ എന്നുള്ള ആ ഒരു കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ കറക്ഷൻ ഒന്നും വേണ്ട. മ്യൂസിക്കൽ ഇന്റലിജൻസ്, അതായത് എന്താണ് അവരുടെ മ്യൂസിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റി, അതും കറക്റ്റ് ആണ്. ഈസ് സുപ്പീരിയർ ദാൻ, ഇത് കറക്റ്റ് ആണോ എന്നുള്ളിടത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി ലാസ്റ്റ് പാർട്ട് കൂടെ ഒന്ന് നോക്കാം. മിസ്സസ് സുമാസ്, അതായത് മിസ്സസ് സുമയുടേത്. അപ്പോൾ ഓൾറെഡി ഇവിടെ മ്യൂസിക്കൽ ഇന്റലിജൻസ് എന്ന് ഒരാളെ കണക്ട് ചെയ്ത് പറഞ്ഞതുകൊണ്ട് ഇനി അഗെയിൻ മിസ്സസ് സുമാസ് മ്യൂസിക്കൽ ഇന്റലിജൻസ് എന്ന് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല.
ബിക്കോസ് മ്യൂസിക്കൽ ഇന്റലിജൻസിനെയാണ് കമ്പയർ ചെയ്യുന്നത് എന്നുള്ളത് ഓൾറെഡി അവിടെ അണ്ടർസ്റ്റുഡ് ആയി കഴിഞ്ഞു. സോ ദർ ഈസ് നോ നീഡ് ടു യൂസ് ദ ഫ്രേസ് മ്യൂസിക്കൽ ഇന്റലിജൻസ് ഹിയർ അഗെയിൻ. വീണ്ടും യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. റൈറ്റ്? അപ്പൊ എവിടെയാണ് ഇതിൽ നോക്കണമെന്ന് ഞാൻ പറഞ്ഞത്? ഈസ് സുപ്പീരിയർ ദാൻ എന്ന് പറയുന്ന ഈ പാർട്ട്, ഇവിടെ എറർ ഉണ്ടോ എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സുപ്പീരിയർ ദ വേർഡ് ഇറ്റ് സെൽഫ് ഇസ് ഇൻ കമ്പാരിറ്റീവ് ഫോം. നമ്മളിപ്പോ ഒരാള് മറ്റൊരാളെക്കാൾ സുപ്പീരിയർ ആണ് എന്ന് പറയുമ്പോൾ, സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ തന്നെ അതിന് കമ്പാരിറ്റീവ് മീനിങ് ആണ് വരുന്നത്. ഓക്കെ, ഇനി ഇതിനെ ഞാൻ രണ്ട് പേരുടെ മ്യൂസിക്കൽ ഇന്റലിജൻസുമായി കണക്ട് ചെയ്തിട്ടല്ലേ യൂസ് ചെയ്തിരിക്കുന്നത്, ശ്രീലക്ഷ്മിയുടെയും മിസ്സസ് സുമയുടെയും. അപ്പോ ഞാൻ രണ്ട് പേരുടെ മ്യൂസിക്കൽ ഇന്റലിജൻസിനെ കമ്പയർ ചെയ്തത് കൊണ്ട് തന്നെ ഐ ഷുഡ് യൂസ് ഇറ്റ് വിത്ത് മോർ. ദാറ്റ് മീൻസ് മോർ സുപ്പീരിയർ എന്ന് യൂസ് ചെയ്യണം. സുപ്പീരിയർ എന്നുള്ള വാക്ക് തന്നെ കമ്പാരിറ്റീവ് സെൻസ് കൺവേ ചെയ്യുന്നതാണെങ്കിലും, ഒന്ന് മറ്റൊന്നിനേക്കാൾ സുപ്പീരിയർ ആണ് എന്നുള്ള ആ സെൻസ് കൺവേ ചെയ്യുന്നതാണെങ്കിലും, രണ്ട് പേരുടെ ഒരു ക്വാളിറ്റി, മ്യൂസിക്കൽ ഇന്റലിജൻസ് ആണ് ഇവിടുത്തെ ക്വാളിറ്റി, അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ അത് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഐ ഷുഡ് യൂസ് മോർ വിത്ത് സുപ്പീരിയർ. സുപ്പീരിയറിന്റെ കൂടെ, സുപ്പീരിയറിന്റെ മുൻപായിട്ട് എന്ത് ഞാൻ യൂസ് ചെയ്യണം? മോർ എന്നുള്ള വേർഡ് കൂടി ആഡ് ചെയ്യണം. അപ്പോഴാണ് അതിനെ രണ്ട് പേരുമായിട്ടുള്ള കമ്പാരിസണിൽ കറക്റ്റ് ഓപ്ഷനായി ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത്, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ് ഇൻ ദ ഗിവൻ സെന്റൻസ്. He is an atheist, although he respects everyone's belief. അപ്പൊ ഇവിടെ എത്തീസ്റ്റ് ആണ് അണ്ടർലൈൻഡ് വേർഡ്. എത്തീസ്റ്റ് ആരാണെന്ന് വേണം ഈ ഗിവൺ ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്യാൻ. വൺ ഹു ബിലീവ്സ് ഇൻ നേച്ചർ. അങ്ങനെ ഒരാളെ എന്താണ് ഒരു സിംഗിൾ വേർഡ് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഫ്രേസ് കൊണ്ട് പറയാന്ന് ഞാൻ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. പാൻതീസ്റ്റ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്കതൊരു പുതിയ വേർഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഓർത്തിരിക്കാൻ നോക്കുക. വൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്, അവിടെ ഞാൻ ഒന്നും ബ്രാക്കറ്റിൽ കൊടുത്തിട്ടില്ല, നിങ്ങൾക്കത് മനസ്സിലായി കാണും. വൺ ഹു ബിലീവ്സ് ഇൻ ഗോഡ് ഇസ് കോൾഡ് എ തീസ്റ്റ്. വൺ ഹു ഇസ് എക്സ്ട്രീമിസ്റ്റ്. എക്സ്ട്രീമിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് കാര്യത്തിലും കടുത്ത അഭിപ്രായങ്ങൾ ഉണ്ടാവുക, കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്ന ആള്, അങ്ങനെയൊക്കെയുള്ള ആളെ എക്സ്ട്രീമിസ്റ്റ് എന്ന് പറയും. അവർ ഫ്ലെക്സിബിൾ ആകണമെന്നില്ല, അവർക്കൊന്നിനോടും ചില വിട്ടുവീഴ്ച മനോഭാവങ്ങൾ ഉണ്ടാവണമെന്നുമില്ല. അപ്പോ ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഓപ്ഷനിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടാവും. ഏതാണ് എത്തീസ്റ്റ് എന്നുള്ളതിന് പറ്റുന്ന കറക്റ്റ് മീനിങ്? വൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആന്റോണിം ഓഫ് ദ ഗിവൺ വേർഡ്. റിസീവ്, അതാണ് തന്നിരിക്കുന്ന വേർഡ്. റിസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. അതേപോലെ തന്നെ അതുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന മീനിങ്സ് ആണ് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വെൽക്കം ചെയ്യുക, ടു പെർമിറ്റ് ടു എൻറ്റർ, എൻറ്റർ ചെയ്യാൻ അനുവദിക്കുക. അതിന് കറക്റ്റ് ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡ് വേണം വരാൻ. റിവാർഡ് എന്നുള്ളതിന്റെ മീനിങ് എന്താണ്? സംതിങ് ദാറ്റ് ഈസ് ഗിവൺ ഇൻ റിട്ടേൺ, ഒരു റിവാർഡായി കൊടുക്കുന്നത്, മടക്കമായിട്ട്. അതായത് ഒരാൾക്ക് എന്തിനെങ്കിലും വേണ്ടി, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി തിരിച്ച് കൊടുക്കുന്നതാണ് റിവാർഡ്. അഡ്മിറ്റ് നമുക്കറിയാവുന്ന വേർഡാണ്. മൂന്നാമത്തെ ഓപ്ഷൻ എക്സൈൽ. എക്സൈൽ മീൻസ് ബാൻ ചെയ്യുക, എ സ്റ്റേറ്റ് ഓഫ് ആബ്സെൻസ് ഫ്രം വൺസ് കൺട്രി ഓർ ഹോം ആസ് എ റിസൾട്ട് ഓഫ് എക്സ്പൾഷൻ. പുറത്താക്കപ്പെടുക, എക്സ്പെൽ ചെയ്യുക, അതാണ് എക്സൈൽ എന്ന് പറയുന്നത്. ലിവിങ് ഇൻ എക്സൈൽ എന്ന് പറഞ്ഞാൽ സ്വന്തം രാജ്യം വിട്ട് അല്ലെങ്കിൽ ഹോം ലാൻഡ് വിട്ട് മറ്റെവിടെയെങ്കിലും താമസിക്കേണ്ടി വരിക. അത് മോസ്റ്റ് ഓഫൺ ഇങ്ങനെ ബാൻ ചെയ്യപ്പെടുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ നാട് കടത്തപ്പെടുന്നത് കൊണ്ടാവാം. അതിനെയൊക്കെയാണ് എക്സൈൽ എന്ന് പറയുന്നത്. ഫണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇതിന്റെ ഓപ്ഷൻ കിട്ടിക്കാണും. റിസീവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് എൻ്റർ ചെയ്യാൻ അനുവദിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടുക എന്നാണെങ്കിൽ തീർച്ചയായിട്ടും പുറത്താക്കപ്പെടുക എന്നുള്ള അർത്ഥം വരുന്ന, ബാൻ ചെയ്യുക എന്നുള്ള അർത്ഥം വരുന്ന എക്സൈൽ അല്ലേ ഇതിന്റെ കറക്റ്റ് ആന്റണിം ആവുക? നിങ്ങൾക്ക് ആ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാമേ. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോളൂ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ
to substitute the underlined segment in the given sentence. Gaurav was no good than a foolish person. അപ്പോൾ ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് നോ ഗുഡ് എന്നുള്ള പാർട്ടാണ്. അവിടെ എന്താണ് നമ്മൾ കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? നോ ഗുഡ് ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് വന്നിരിക്കുന്നത്. അതായത് ഗൗരവനെയും ഒരു ഫൂളിഷ് പേഴ്സണെയുമാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഗുഡ് എന്ന അഡ്ജക്റ്റീവ് യൂസ് ചെയ്താൽ മതിയോ അതോ അതിൻ്റെ കമ്പാരിറ്റീവ് ഫോമിൽ യൂസ് ചെയ്യണമോ? അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കറക്ഷനിലേക്ക് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗൗരവ് വാസ് നോ ബെറ്റർ എന്ന് യൂസ് ചെയ്യണം എന്നുള്ളത്. കാരണം ഗുഡ് എന്നുള്ള പോസിറ്റീവ് അഡ്ജക്റ്റീവിൻ്റെ നമ്മൾ കമ്പാരിറ്റീവ്ലി യൂസ് ചെയ്യുമ്പോൾ ബെറ്റർ എന്നും സൂപ്പർലേറ്റീവ് അതായത് എല്ലാത്തിലും മെച്ച് നല്ലതാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് എന്നും അതിൻ്റെ തേർഡ് ഡിഗ്രിയിൽ യൂസ് ചെയ്യും. അപ്പം ഇവിടെ ഗൗരവിനെയും ഫൂളിഷ് പേഴ്സണെയും കമ്പയർ ചെയ്യുകയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നോ ബെറ്റർ ദാൻ എ ഫൂളിഷ് പേഴ്സൺ എന്ന് വേണം യൂസ് ചെയ്യാൻ. നോ ബെറ്റർ ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഫൂളിഷ് പേഴ്സണെ കമ്പയർ ചെയ്താൽ അത്ര പോലും ബെറ്റർ അല്ല എന്നാണ് പറയുന്നത്. ആ നോ എന്നുള്ള വേർഡ് എന്തിനെ കൊണ്ടുവന്നു? നെഗറ്റീവ് മീനിങ് കൊണ്ടുവന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ആലോചിച്ച് നോക്കൂ, ഗൗരവ് വാസ് ബെറ്റർ ദാൻ എ ഫൂളിഷ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഗൗരവ് ഒരു ഫൂളിഷ് പേഴ്സണേക്കാൾ ബെറ്റർ ആണ് എന്നുള്ളതാണ്. നോ ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൂളിഷ് പേഴ്സണ് അത്ര പോലും ബെറ്റർ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫൂളിഷ് പേഴ്സണേക്കാൾ മോശമാണ് എന്നുള്ള മീനിങ് ആണ് അവിടെ കൊണ്ടുവന്നത്. ക്ലിയർ? അടുത്ത സെന്റൻസ് ക്വസ്റ്റ്യൻ. Select the option that expresses the given sentence in passive voice. Someone has taken my secret diary. ഇത് ആക്റ്റീവ് വോയിസിലാണ്. അപ്പോൾ ഇതിൻ്റെ സബ്ജക്റ്റ് someone എന്നുള്ളതാണ്. ഈ സബ്ജക്റ്റ് പാസീവ് വോയിസിലേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ റിമെയിൻ ചെയ്യും. ഹാസ് ടേക്കൺ എന്നുള്ള വേർബ് ഏത് ടെൻസിലാണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതേ ടെൻസിലായിരിക്കണം പാസീവ് വോയിസ് വരേണ്ടത്. ഇനി എൻ്റെ സീക്രട്ട് ഡയറി എടുത്തു എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ മൈ സീക്രട്ട് ഡയറി എന്നുള്ള ഈ ഫ്രേസ് എന്തായി വരും? പാസീവ് വോയിസിലെ ബിഗിനിങ് ആയിട്ട് വരും. ഇതിവിടെ ഒബ്ജക്റ്റ് ആണ്, പക്ഷേ പാസീവ് വോയിസിലോട്ട് പോകുമ്പോൾ ഇത് സബ്ജക്റ്റ് ആവും. അപ്പൊ എങ്ങനെയാ വരിക? മൈ സീക്രട്ട് ഡയറി. ഇത് സിംഗുലർ ആണ്, ഡയറി ഒന്നല്ലേ പറയുന്നുള്ളൂ. അപ്പൊ ഞാൻ അതിനെ വേർബിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് പാസീവിലേക്ക്. ഹാസ് അതുപോലെ തന്നെ വരും, കാരണം ഇത് സിംഗുലർ ആയതുകൊണ്ട്. ഇത് പ്ലൂറൽ ആയിരുന്നുവെങ്കിൽ ഹാസിന് പകരം ഹാവ് ആയി മാറിയേനെ. ഇനി ഹാസ് കഴിഞ്ഞ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ പാസീവിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൽ ആഡ് ചെയ്ത് വരുന്ന വേർഡാണ് ബീൻ എന്നുള്ളത്. ഇനി ടേക്കൺ എന്നുള്ള വെർബ് ഓൾറെഡി പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ V3 ഫോമിലാണ്. ഇറ്റ് റിമെയിൻസ് ദ സെയിം. ഇനി ബൈ എന്നുള്ള പ്രിപ്പോസിഷൻ ആഡ് ചെയ്ത് വരും. ബാക്കി എന്താണ് അവിടെ വരേണ്ടത്? ബൈ സംവൺ എന്നുള്ള ആ ഒബ്ജക്റ്റ് കൂടി ഇവിടെ വരും. അപ്പോ സെന്റൻസ് എങ്ങനെയാ വരിക? മൈ സീക്രട്ട് ഡയറി ഹാസ് ബീൻ ടേക്കൺ ബൈ സംവൺ. ഫോർത്ത് ഓപ്ഷൻ അല്ലേ ഇതിന്റെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയത്? നിങ്ങൾ അതിന്റെ ഓപ്ഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. എങ്ങനെയാണത് വന്നതെന്നുള്ളത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ്, select the option that can be used as a one-word substitute for the given group of words. That which cannot be conquered. ഇതിനൊരു വൺ വേർഡ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇന്നിഫബിൾ ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഇൻകേപ്പബിൾ ഓഫ് ബീയിങ് എക്സ്പ്രസ്ഡ് ഇൻ വേർഡ്സ്. വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത്, നമുക്ക് വാക്കുകൾ കൊണ്ട് കൺവേ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാവും. അതിനെയാണ് നമുക്ക് ഇന്നിഫബിൾ എന്ന് വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റുക. ഇൻഡെലിബിൾ മീൻസ് മെമ്മറബിൾ, അൺഫോർഗെറ്റബിൾ, മറക്കാൻ പറ്റാത്തത്. ഇൻവിസിബിൾ അത് നമുക്ക് അറിയാവുന്ന വേർഡാണ്. ഇൻവിൻസിബിൾ മീൻസ് അൺബീറ്റബിൾ, തോൽപ്പിക്കപ്പെടാത്തത്. അപ്പൊ കറക്റ്റ് ഓപ്ഷനിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ടാവും. കോൺകർ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതും
തോൽപ്പിക്കപ്പെടാൻ പറ്റാത്തത് എന്നുള്ളതും കറക്റ്റ് സിനോണിം ആണ്, അല്ലെങ്കിൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇൻവിൻസിബിൾ എന്നുള്ള ഫോർത്ത് ഓപ്ഷൻ ആണ് കോൺകർ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വൺ വേർഡ്. ക്ലിയർ? അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് പുതിയ വേർഡ്സ് ആണെങ്കിൽ നിങ്ങളുടെ വൊക്കാബുലറിയിലേക്ക് ഇത് ആഡ് ചെയ്യുക, ഇത് ഓർത്തു വെക്കാൻ ശ്രമിക്കുക, ചില കോണ്ടെക്സ്റ്റുകളിൽ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്, select the option that corrects the error in the given sentence. He ran quick to catch the bus. അപ്പോൾ ഇവിടെ എവിടെയാണ് എറർ എന്നുള്ളതാണ്, ഏത് ഓപ്ഷനാണ് കറക്റ്റ് എററിനെ കറക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഹി നമുക്കവിടെ എറർ പറയാനില്ല. റാൻ അത് വേർബ് പാസ്റ്റ് ടെൻസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ദാറ്റ് ഈസ് കറക്റ്റ്. ക്വിക്ക്, ഹി റാൻ ക്വിക്ക്, വേഗത്തിൽ ഓടി എന്ന് പറയണം. അപ്പൊ ക്വിക്ക് എന്ന് പറഞ്ഞാൽ പോരാ, പിന്നെ എങ്ങനെ യൂസ് ചെയ്യണം? ക്വിക്ക്ലി എന്ന് യൂസ് ചെയ്യണം. ആ ഓടിയത് എങ്ങനെയാണ്, മാനർ ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. ആഡ്വേർബ് ആണ് ക്വിക്ക്ലി എന്നുള്ളത്. ടു ക്യാച്ച് ദ ബസ് എന്നുള്ളിടത്ത് എറർ ഇല്ല. അപ്പോ ഇതിലെ കറക്റ്റ് ഓപ്ഷൻ ക്വിക്ക്ലി എന്നുള്ളതിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. നമുക്ക് ഇൻസിപ്പിഡ് എന്നോ റാപ്പിഡ് എന്നോ ക്വയറ്റ് എന്നോ അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ സെന്റൻസിന് അത് ആവശ്യമുള്ളതാവില്ല. ക്ലിയർ? അടുത്തത്, select the option that can be used as a one word substitute for the given group of words. A false idea or belief. അതായത് തെറ്റായ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ധരിക്കപ്പെട്ട ഒരു കാര്യം, ഒരു വിശ്വാസം. എൻട്രോപ്പി മീൻസ് മെഷർ ഓഫ് ഡിസോർഡർ ഓർ റാൻഡംനെസ് ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൽ എത്രമാത്രം ഡിസോർഡർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സിസ്റ്റം എത്രമാത്രം റാൻഡം ആയിരിക്കുന്നു എന്നത് മെഷർ ചെയ്യുക, അതാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. ഫാലസി മീൻസ് എ മിസ്റ്റേക്കൺ ബിലീഫ് ഓർ എ റോങ് ഐഡിയ. അത് നമുക്ക് തന്നിരിക്കുന്നതുമായി ബന്ധപ്പെടുത്താമോ എന്ന് നോക്കുക. റെറ്റിസൻസ് മീൻസ് ഹെസിറ്റൻസ്, അൺവില്ലിങ്നെസ്, നമ്മൾ വില്ലിങ് അല്ലാതിരിക്കുന്ന ഒരു സ്റ്റേജ്. അട്രോഫി മീൻസ് ദ കണ്ടീഷൻ ഓഫ് ലോസിങ് സ്ട്രെങ്ത്, സൈസ് എക്സെട്ര. ഇതൊരു മെഡിക്കൽ കണ്ടീഷൻ ആയിട്ടൊക്കെ പറയാറുണ്ട്. ശരീരത്തിന് ഒക്കെ ഈ സ്ട്രെങ്ത് നഷ്ടപ്പെടുക, സൈസ് കുറഞ്ഞു പോവുക, ഡിക്രീസ് ചെയ്യുക, ആ മീനിങ് ആണ് അട്രോഫി എന്നുള്ള വേർഡിന് വരുന്നത്. ഇപ്പം നിങ്ങൾ ഇതിൻ്റെ ഓപ്ഷനിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഒരു സിംഗിൾ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഏതാണ്? ഫാലസി എന്നുള്ളതാണ്. മിസ്റ്റേക്കൺ ബിലീഫ് ഓർ റോങ് ഐഡിയ, തെറ്റായി എടുക്കപ്പെടുന്ന ആശയം. അടുത്തത് കോംപ്രിഹെൻഷൻ ആണ്. കോംപ്രിഹെൻഷനിൽ നമുക്ക് പാസേജ് ഉണ്ട്. കറക്റ്റ് ഓരോ ബ്ലാങ്കും അതിന് തന്നിരിക്കുന്ന ഓപ്ഷൻ വെച്ച് ഫില്ല് ചെയ്യണം. ഓക്കെ, ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി ഈസ് ഡാഷ് ഇൻ ഇറ്റ്സ് പ്രസന്റേഷൻ. അപ്പൊ 4 ഓപ്ഷൻ ഉണ്ട്. ഒരു സ്റ്റോറിയുടെ ബിഗിനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് ബ്ലാങ്ക് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ഇറ്റ് വിൽ ബി ഗുഡ് ഇഫ് യു ഗോ ത്രൂ ദ കംപ്ലീറ്റ് സെൻറ്റൻസ്. ഫസ്റ്റ് സെൻറ്റൻസിലൂടെ മുഴുവനായിട്ട് ഒന്ന് കടന്നു പോകണം. The beginning of the story is dash in its presentation, but the style eases out and becomes haunting in its simplicity. അതായത് സ്റ്റോറിയുടെ ബിഗിനിങ് എന്തോ ആണെങ്കിലും അത് പതുക്കെ പതുക്കെ എന്താവുന്നുണ്ട്? ഈസ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഈസ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ അത് ഈസി ആയി മാറുക, നമുക്കത് ഹോണ്ടിങ് ആവുന്നു എന്നുള്ളൊരു വേർഡ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഹോണ്ടിങ് ആവാന്ന് വെച്ചാൽ എന്താണ്? എന്തെങ്കിലും ഹോണ്ട് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? നമ്മളെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ പുറകിൽ വിടാതെ പിടികൂടുക, അതൊക്കെയാണ് ഹോണ്ടിങ് എന്ന് പറയുന്നത്. ഇവിടത്തെ ഒരു സ്റ്റോറി ഹോണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ തുടക്കം മുതൽ അത് നമ്മുടെ മനസ്സിൽ മായാത്ത ഒരു ചിത്രമായിട്ട് മാറുക. അതായത് അതിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ചില എലിമെന്റ്സ് ഉണ്ടാവുക, അതിനെയാണ് ഹോണ്ടിങ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇനി നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനിലേക്ക് വന്നോ എന്ന് നോക്കിക്കോളൂ. ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി ഈസ് പ്രോൺ. പ്രോൺ എന്ന് പറഞ്ഞാൽ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ ഫോർ സംതിങ്, എന്തിനോടെങ്കിലുമുള്ള ടെൻഡൻസിയാണ്.
Delectable means delightful, delicious, sweet. മനസ്സിന് സന്തോഷമുണ്ടാക്കുന്നത്, മധുരമായത്, അതൊക്കെയാണ്. Quaint, unusual or different in character or appearance. അതായത് ഒരു യൂഷ്വൽ കോഴ്സിൽ നിന്ന് വ്യത്യാസമുള്ളത്, വ്യത്യസ്തമായത്. ഈ വേർഡ് ഇവിടേക്ക് അപ്ലിക്കബിൾ ആണോ എന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കുക. Habitual means regularly or repeatedly doing. റെഗുലറായി ചെയ്യുന്നത്, റിപ്പീറ്റഡ് ആയത്, ഒരു ഹാബിറ്റായി മാറിക്കൊണ്ടിരിക്കുന്നത്, അതാണ് habitual. അപ്പോൾ out of these 4 options, in my opinion, the third option, that is quaint, which means unusual or different in character, that suits the first blank. നിങ്ങളൊന്ന് വായിക്കുക. The beginning of the story is quaint. unusual ആയ രീതിയിൽ, ചില കഥകൾ, ചില സിനിമകളൊക്കെ വ്യത്യസ്തമായ രീതിയിൽ തുടങ്ങും, അൺയൂഷ്വൽ ആയിരിക്കും. അതായത് അതുവരെ കണ്ടിട്ടുള്ള ആ ഒരു സ്റ്റൈലിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഐഡിയയാണ് ഇവിടെ ക്വെയിൻറ്റ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി ബാക്കി. ബട്ട് ഡാഷ് ദ സ്റ്റൈൽ ഈസസ് ഔട്ട്. രണ്ടാമത്തെ ബ്ലാങ്കിലേക്കുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഹാർഡ്ലി, ഗ്രാജുവലി, റീസെൻ്റ്ലി, ഇനീഷ്യലി. അപ്പൊ സ്റ്റോറിയുടെ തുടക്കം അൺയൂഷ്വൽ ആണെങ്കിലും സ്റ്റൈൽ ഈസി ആവുന്നു, ഹോണ്ടിങ് ആവുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതെങ്ങനെ സംഭവിക്കുന്നതാണ്? ആദ്യം തന്നെ സംഭവിക്കുന്നതാണോ? ഇനീഷ്യലി തന്നെ സംഭവിക്കുന്നതാണോ? അല്ല, ആ ഓപ്ഷൻ നമുക്ക് വെക്കാൻ പറ്റില്ല. റീസെന്റ് ആയി സംഭവിക്കുന്നതാണോ? ആ ഓപ്ഷനും സ്റ്റോറിയെ കണക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് അല്ല. ഹാർഡ്ലി എന്നുള്ള ഓപ്ഷൻ ആണോ? അത് നെഗറ്റീവ് സെൻസ് ആണ് ഹാർഡ്ലി എന്നുള്ള വേർഡിന്. ഓക്കെ, അവിടെയും കറക്റ്റ് ഓപ്ഷൻ കാണാൻ പറ്റില്ല. അപ്പൊ ഏതാണ് ഇതിലെ കറക്റ്റ് ഓപ്ഷൻ? സ്റ്റോറിയുടെ ആ ഒരു സ്റ്റൈല്, അതിൻ്റെ മൂവ്മെന്റ്, അതിനെ കണക്ട് ചെയ്യുമ്പോൾ ഗ്രാജുവലി എന്നുള്ള വേർഡ് ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്താൽ, ഇനി ഒന്ന് വായിക്കൂ. The beginning of the story is quaint in its presentation, but gradually the style eases out and becomes haunting in its simplicity. Style easy ആവുന്നു, പതുക്കെ പതുക്കെ, ഗ്രാജുവൽ ആയിട്ട്. ഓക്കെ, അത് വേഗത്തിലാണെന്ന് പറയാൻ പറ്റില്ല, അതിനൊരു ഫ്ലോ ഉണ്ട്. ആ ഫ്ലോയാണ് ഗ്രാജുവലി എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി തേർഡ് ബ്ലാങ്കിലോട്ട് വരാം. The author brings out the human elements in his story. അപ്പോൾ അത് എഴുതിയ ആളെ കുറിച്ചാണ് പറയുന്നത്. ഹ്യൂമൻ എലമെന്റ്സ്, മനുഷ്യനുമായി ബന്ധപ്പെടുത്താവുന്ന കാര്യങ്ങൾ അദ്ദേഹം സ്റ്റോറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. This common element of sympathy and sacrifice is given a new dash. Infection, condition, supervision, dimension. ഏത് ഓപ്ഷനാണ് നമുക്ക് അവിടെ ഫില്ല് ചെയ്യാൻ പറ്റുക എന്ന് നോക്കുക. ദിസ് കോമൺ എലമെന്റ് ഓഫ് സിംപതി ആൻഡ് സാക്രിഫൈസ്, അതൊക്കെ മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. സിംപതി, സാക്രിഫൈസ്, ഇതിനൊക്കെ ഓഥർ എന്ത് കൊടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്? എന്ത് കൊടുത്തിരിക്കുന്നു? ഇൻഫെക്ഷൻ കൊടുത്തു എന്ന് പറയാൻ പറ്റുമോ? കണ്ടീഷൻ കൊടുത്തു എന്ന് പറയാൻ പറ്റുമോ? സൂപ്പർവിഷൻ കൊടുത്തു എന്ന് പറയാൻ പറ്റുമോ? അതോ ഡയമെൻഷൻ കൊടുത്തു എന്ന് പറയാൻ പറ്റുമോ? ഓഫ് കോഴ്സ് ഡയമെൻഷൻ. നമ്മൾ പറയില്ലേ പുതിയൊരു മാനം നൽകി എന്ന് മലയാളത്തിൽ പറയുന്നത് പോലെ ഒരു യൂസേജ് ആണ് എ ന്യൂ ഡയമെൻഷൻ എന്നുള്ളത്. ഹ്യൂമൻ എലമെന്റ്സിന് ഓഥർ ഒരു പുതിയ ഡയമെൻഷൻ കൊടുത്തിരിക്കുന്നു. ബാക്കി വായിക്കൂ. ബൈ ദ ഓൾഡ് ആർട്ടിസ്റ്റ് who shows by his last desperate act that one can be a hero for one day if only one cares. അതിന്റെ ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. One cares enough, tough, through, though. നിങ്ങൾ ആ ഓപ്ഷനിലേക്ക് എത്തിയിട്ടുണ്ടാവും. cares enough, അതായത് നന്നായി കെയർ ചെയ്യുക, പ്രോപ്പർ കെയർ കൊടുക്കുക, അതാണ് കെയറിങ് ഇനഫ് എന്നുള്ളത്. വേറെ തന്നിരിക്കുന്നതിൽ ഓരോ ഓപ്ഷനും നമുക്ക് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കെയർ ടഫ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, കെയർ ത്രൂ തെറ്റാണ്, കെയർ ദോ എന്നുള്ളതും തെറ്റാണ്. ലാസ്റ്റ് സെന്റൻസ്, ഓ ഹെൻറീസ് ട്രീറ്റ്മെന്റ് ഓഫ് ഹിസ് മെറ്റീരിയൽ. ഇത് ഓ ഹെൻറിയുടെ കഥയെ കുറിച്ചാണ് പറയുന്നത്. ഓ ഹെൻറി എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഓ ഹെൻറീസ് ട്രീറ്റ്മെന്റ് ഓഫ് ഹിസ് മെറ്റീരിയൽ ഈസ് ബാലൻസ്ഡ് ആൻഡ് കൺട്രോൾഡ്.
എ ഫൈൻ ഡാഷ് ഓഫ് ഹ്യൂമർ ആൻഡ് പാത്തോസ്. അതായത് മനുഷ്യന്റെ ജീവിതത്തിലെ അത് ഹ്യൂമറസ് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാത്തോസ് നെഗറ്റീവായിട്ടുള്ള കണ്ടീഷൻസ് ആയിക്കോട്ടെ, വിഷമതകളായിക്കോട്ടെ, സെൻസിറ്റീവ് ഫീലിങ്സ് ആയിക്കോട്ടെ, അതിനെയൊക്കെ ഓ ഹെൻറി എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ബാലൻസ്ഡ് ആൻഡ് കൺട്രോൾഡ് ആയി ട്രീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫൈൻ ഡാഷ്, അസെൻഡ് എന്ന് യൂസ് ചെയ്യാൻ പറ്റുമോ, ബ്ലെൻഡ് എന്ന് യൂസ് ചെയ്യാൻ പറ്റുമോ, ലെജൻഡ് എന്ന് യൂസ് ചെയ്യാൻ പറ്റുമോ, അമെൻഡ് എന്ന് യൂസ് ചെയ്യാൻ പറ്റുമോ. ഇതിലെ ഫസ്റ്റ്, തേർഡ്, ഫോർത്ത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ്സ് ആയതുകൊണ്ടാണ് മീനിങ് പ്രൊവൈഡ് ചെയ്യാത്തത്. ഡെഫിനറ്റ്ലി ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന കറക്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഏതാണ്? ഫൈൻ ബ്ലെൻഡ് എന്നുള്ളതാണ്. അതായത് ഒരു മിക്സ് ആണ്. എന്തിന്റെ മിക്സ് ആണ്? മിക്സ് ഓഫ് ഹ്യൂമർ ആൻഡ് പാത്തോസ്. അവിടെ ഹ്യൂമറസ് ലെവലിലുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം പാത്തറ്റിക് ആയ വിഷമതകളെയും ഫോക്കസ് ചെയ്യുന്നുണ്ട് ഓ ഹെൻറി അദ്ദേഹത്തിന്റെ സ്റ്റോറിയിൽ. സോ ദാറ്റ് ഈസ് ദ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ 10th ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. SSC CGL 2025 Tier 1 എക്സാമിനെ എയിം ചെയ്തുകൊണ്ടുള്ള ഇംഗ്ലീഷ് കോംപ്രിഹെൻഷന്റെ PYQ സീരീസിലെ അടുത്തൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം. See you all. Thank you so much. Bye bye.